അന്ന് അടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാതിൽ കിടന്ന കമ്മലും അടിച്ച് പറിച്ച് ആ കിടക്കുന്ന ബെഡ്റൂമിൽ തന്നെ അവിടുന്ന് പോലീസാണ് എടുത്ത് തന്നെ. അപ്പോൾ ആ ഒരു അടിയുടെ ഇതിൽ അതിൻ്റെ ഇത് അപ്പോൾ അതിന് വീട് വെച്ചത് എൻ്റെ മോളാ. അച്ഛനുള്ളപ്പോഴേ 5 സെൻറ്റ് സ്ഥലം ഷഹന തന്നെയാണ് ഈ വീട് ലോൺ എടുത്ത് എൻ്റെ കുഞ്ഞ് തന്നെ എല്ലാം എൻ്റെ കൊച്ചിൻ്റെ ഈ വസ്തു മേടിച്ചതും എൻ്റെ മോടെ സ്വർണം വിറ്റിട്ടാണ്. ഈ ലോൺ ആക്സിസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ച് പിന്നെ സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങളുടെയൊക്കെ എല്ലാം പണയം അതിൽ നിന്ന് പൈസകൾ പറ്റിയിട്ടുണ്ട് ഈ ബാങ്കിൽ നിന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ കൊച്ച് അങ്ങോട്ടല്ലയോ, ഞാൻ അച്ഛനും കൂടെ മരിച്ചതിന് ശേഷം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ പെൺമക്കൾ വേറെ 3 പെൺപിള്ളേരാണ്. അപ്പോൾ അതിലൊരു നോട്ടം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. കുഞ്ഞിന് ഇവിടെ വീട് വെച്ചത് ആരാണ്? വീട് വെച്ചത് എൻ്റെ മോളാണ്. അച്ഛനുള്ളപ്പോഴേ 5 സെൻറ്റ് സ്ഥലം ഷഹന തന്നെയാണ് ഈ വീട് ലോൺ എടുത്ത് കുഞ്ഞ് തന്നെ എല്ലാം എൻ്റെ കൊച്ചിൻ്റെ ഈ വസ്തു മേടിച്ചതും എൻ്റെ മോടെ സ്വർണം വിറ്റിട്ടാണ്. ഈ ലോൺ ആക്സിസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ച് പിന്നെ സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങളുടെയൊക്കെ എല്ലാം പണയം അതിൽ നിന്ന് പൈസകൾ പറ്റിയിട്ടുണ്ട്. ഈ ബാങ്കിൽ നിന്ന് രണ്ടാമത് ഇവിടെ ഇതാക്കി പൈസ എടുത്തിട്ടുണ്ട്. അതിന് ഇവന് കൊടുക്കാനാണ് അത്. ഇവൻ ടോർച്ചറിങ് മൊത്തത്തിൽ പലപ്പോഴും ഭീഷണിപ്പെടുത്തി ഒരുപാട് പണം ഇവന് എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ പറയും എന്തൊരു ഹാപ്പിയായിട്ട് അത്രയും ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കറക്റ്റ് ടൈമിന് വരുന്നതും അതേ ഒരു ഇതിൽ ഇറങ്ങുന്നത് ഈ ഒരു വ്യക്തി. അത് തന്നെ അവർ പറയുന്നത് ഒരു 10 പൈസ ഒരു അനാമത്തോ അങ്ങനെയുള്ള ഇതൊന്നും എല്ലായിടത്തും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലാം കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു മൈൻഡായിരുന്നു അതിൻ്റെ. അതിവിടെ ഇരിക്കുമ്പോഴും ഇങ്ങനെ പറയും. അങ്ങനെ ഇതിനെ അങ്ങനെ ടോർച്ചർ ചെയ്ത് എൻ്റെ കുഞ്ഞങ്ങ് നല്ല ഒരു ആളാത് ഫോട്ടോയിൽ കണ്ടു കാണുമല്ലോ മോള്. അതുപോലല്ല ഇച്ചിരി കൂടെ ഒക്കെ എനിക്ക് തോന്നി ഇവനങ്ങ് ടോർച്ചർ ചെയ്ത് അങ്ങനെ ആഹാരവും കഴിക്കത്തില്ലായിരുന്നു. ഈ ടോർച്ചർ ഈ വീട് പക്ഷെ അപ്പോഴത്തേക്ക് ആ ഒരു ഇതിലായിരിക്കും എൻ്റെ അടുത്തും ഒരു മാനസികമായിട്ടൊരു എനിക്ക് 53. അപ്പോൾ എനിക്കൊരു അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സില്ല. അപ്പോൾ എനിക്കൊരു അപ്പോൾ ഞാൻ പലവട്ടം എന്തോ മോളെ നമ്മളൊന്നും കാണാതൊന്നും പറയാം മക്കളുടെ കാര്യം. നമ്മൾ നിന്നെ കണ്ടാലല്ലേ എന്തിനാ മോളെ നീ അങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്ത്, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. അത് നമ്മൾ കാണാം. പക്ഷേ ഈ ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജോലി കഴിഞ്ഞ് 6:30 ആകുമ്പോൾ മോള് കൂടെ വരുമ്പോഴത്തേക്ക് ഇവനങ്ങ് വിളിക്കും. ഇവനായിരിക്കും ഓൾറെഡി വിളിക്കുന്നത്. വിളിക്കുമ്പോഴത്തേക്ക് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങ് ഒന്നി ഈ പെരയിലോട്ട് പോകും അല്ലെങ്കിൽ അവിടോട്ട് പോകും. അപ്പം കൊച്ചിനെ ടോർച്ചറിങ്ങാണ്, ഒന്നുമില്ല. അപ്പോൾ ഒരു വല്ലാത്ത മുഖമൊക്കെ ഒരു വല്ലാതെ ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നും എന്തോ ഒരു വിഷമത്തിൽ കൂടെയുള്ള ഒരു ഇതാണ്. അതിൽ നല്ല ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ്റെ പിന്നത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഇവൻ ഈ കൊച്ചിൻ്റെ വീട്ടിൽ വരുമായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ വേറെ ആരുമില്ല. വേറെ വരുമ്പോഴത്തേക്ക് കൊച്ച് പറഞ്ഞ് വിലക്കിയാലും ഇവിടെ വരരുത്, ഞങ്ങളുടെ ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ വീട് വെച്ചെങ്കിലും നമ്മുടെ ഈ മുറ്റത്തുള്ള എല്ലാവരും നമ്മളെ അറിയാവുന്നത് വേറൊരു സ്ഥലമാണെങ്കിൽ അത് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമുക്ക് വീട് വെച്ച് എല്ലാവർക്കും അറിയാം. അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളിടത്ത് വരരുതെന്ന് വിലക്കിയാലും അവൻ വരുമായിരുന്നു. അങ്ങനെ അന്നും അങ്ങനെയാണ് വന്നത്. കുഞ്ഞിനെ വന്ന് അടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാതിൽ കിടന്ന കമ്മലും അടിച്ച് പറിച്ച് ആ കിടക്കുന്ന ബെഡ്റൂമിൽ തന്നെ അവിടുന്ന് പോലീസാണ് എടുത്ത് തന്നെ. അപ്പോൾ ആ ഒരു അടിയുടെ ഇതിൽ അതിൻ്റെ ഇത് അപ്പോൾ അതിന് പ്രേരിപ്പിച്ചത് എൻ്റെ അവക്ക് ഷഹന മരിക്കാൻ കാരണമുള്ള കാരണം ആ ഒരു ആ ആള് തന്നെ, ആ വ്യക്തി ഇവൻ്റെ ഒരു ടോർച്ചറിങ് കാരണമാണ്. അല്ലാതെ എൻ്റെ കുഞ്ഞിന് ഒരു മനോവിഷമവും ഇല്ല. അവൾ വീട് വെച്ചെങ്കിൽ അവൾ കറക്റ്റിന് അത് ടൈമിങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അതിനൊരു ജോലിയുണ്ട് ഓൾറെഡി. അപ്പോൾ അതിന് ഒരു മാനസികമായിട്ട് വരേണ്ട കാര്യമേ ഇല്ല. ഒരു ടോർച്ചറിങ്ങും ഇല്ല. വീട്ടിലാണെങ്കിൽ ഒരിതും ഇല്ല. ഞാനേ ഉള്ളൂ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. എന്താ ചോദിച്ചാൽ അറിയാം ഒരു ഉണ്ടെന്ന്. ഞാനത് ഈ 3 മക്കളാണെങ്കിൽ ഞാനത് ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ നോക്കുന്ന എൻ്റെ പിള്ളേരെ. അതുപോലൊരു ജീവിതമായിരുന്നു. പക്ഷേ ഇവൻ വന്ന് ഇടയ്ക്ക് കയറി എൻ്റെ കുഞ്ഞിനെ പിന്നെയും വകച്ച് കളഞ്ഞു. അത് നല്ല ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അതിനങ്ങ് പോയാൽ പോരായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഈ വീട് വയ്ക്കേണ്ട ആവശ്യം. അപ്പോൾ അവൾക്ക് ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടല്ലേ അവൾക്കുള്ള കുഞ്ഞുമായിട്ട് നല്ലപോലെ അവളെ നല്ല വോളിയം ചേച്ചിലമ്മ പഠിക്കുന്നത് അടൂർ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഇതിട്ട് വരണമെന്നുള്ള ഭയങ്കര താല്പര്യത്തിൽ കൂടെ ആ വീട് കടവാണെങ്കിലും അവൾ തന്നെത്താനെ വെച്ചതാണ്. ആ ഒരൊറ്റ വ്യക്തി 30 വയസ്സ് ആയതേ ഉള്ളൂ. എൻ്റെ ആ ഒരു 30 വയസ്സ് എൻ്റെ മോള് ഒരു 6 ഇതിലില്ലാതെ വെച്ചത്. അപ്പം അത് അവനങ്ങ് മുതലെടുത്തു. അപ്പം ഇയാൾ പിന്നെ ഇവൾക്ക് അതിനകത്തുനിന്ന് എനിക്കിത് താല്പര്യം ഇല്ലെന്ന്
പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവൻ വീട്ടിൽ വന്ന് ടോർച്ചറിങ് ആയത്. വീട്ടിൽ ഓൾറെഡി ആണുങ്ങളില്ലല്ലോ. അപ്പം അങ്ങനെ വന്ന് ടോർച്ചറിങ്ങിൽ അന്നും അവളെ വന്ന് അടിച്ചു. അവൻ്റെ വണ്ടി ഇതുപോലെ ഇതിലിരിപ്പുണ്ട്. പോലീസുകാർ ഇന്നലെ മാറ്റിയതാണ് വണ്ടി. നമ്മൾ കയറുന്ന പടിയുടെ വാതിലിൽ തന്നെ അവൻ വണ്ടി അത്ര അടുത്ത് കൊണ്ടുവച്ചിട്ട് ചാടി കയറി.